വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 19-ാമത് വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു എന്ന വചനമാണ്. ദുരാഗ്രഹത്തോടു കൂടി ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതായ മനുഷ്യൻ്റെ ജീവിതം നാശത്തിൻ്റെയും തകർച്ചയുടെയും പാതകളിലൂടെയാണ് മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം നാം പഠിച്ചു നോക്കുമ്പോൾ അതിന് 2-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ അവിടെ പറയുന്നത്, ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യന് രാജ്യത്ത് നല്ല ഉയർച്ചകളും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഭക്തനായ മൊർദെഖായി തന്നെ കുമ്പിടുന്നില്ല എന്ന് കണ്ടപ്പോൾ മൊർദെഖായിയും ഹാമാനെ കുമ്പിടണമെന്നുള്ള തൻ്റെ ആഗ്രഹമാണ് യഹൂദ ജനത്തിനു വിരോധമായി താൻ കരുക്കൾ നീക്കുവാനും ആ തലത്തിൽ പ്രവർത്തിപ്പാനും ഇടയായിത്തീർന്നിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ, തനിക്ക് കിട്ടിയിട്ടുള്ള മാനങ്ങൾക്കപ്പുറത്ത് കുറേ കൂടി മാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകാത്തവരോട് പിടിച്ചു വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഹാമാൻ്റെ ദുരാഗ്രഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. തൽഫലമായി തൻ്റെ ജീവിതം ചെന്നവസാനിച്ചത് വലിയ പരാജയത്തിലും നാശത്തിലും തന്നെയായിരുന്നു എന്നുള്ളതും തിരുവചനം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യമെന്ന് പറയുന്നത്. ബെൽശസ്സർ രാജാവ് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിരുന്നൊരുക്കി അതിൽ മദ്യപിച്ച് ആനന്ദിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ തനിക്ക് തോന്നിയ ഒരാഗ്രഹമാണ് തൻ്റെ പിതാവായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ദേവാലയം വക പാത്രത്തിനകത്ത് വീഞ്ഞ് പകർന്ന് കുടിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹം. അങ്ങനെ ആ ദേവാലയം വക പൊൻവെള്ളി പാത്രത്തിനുള്ളിൽ വീഞ്ഞ് പകർന്ന് കുടിക്കുമ്പോൾ താനൊരു എഴുത്ത് തൻ്റെ മുമ്പിൽ കാണുകയാണ്. ആ എഴുത്ത് വായിച്ച് താൻ ഭയന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ആ രാത്രിയിൽ കൽദയ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെടുന്നതിന് അത് കാരണമായിത്തീർന്നു എന്നും വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദുരാഗ്രഹിയുടെ വഴി നാശത്തിൻ്റെ വഴിയാണ്. അവൻ ചെന്നെത്തുന്നത് ഏറ്റവും വലിയ തകർച്ചയുടെ മണ്ഡലത്തിലായിരിക്കും എന്ന് ഈ വാക്യങ്ങളൊക്കെ നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദുരാഗ്രഹികളായി നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിലേക്ക് നാം നടന്നു നീങ്ങാതെ നാം ദൈവസന്നിധിയിൽ
ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലത്തിൽ നമ്മെ ഏൽപ്പിക്കുന്നവരുമായി നമുക്ക് ജീവിക്കാം. അതിന് സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ പകരട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ദുരാഗ്രഹം ഞങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരും ദൈവാനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.